നമഃശിവായ. പ്രകൃതിയും മനുഷ്യനും. പ്രകൃതിയെ സ്നേഹിച്ച, മനുഷ്യനെ സ്നേഹിച്ച ഒരു സംസ്കാര പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. പൂർവികന്മാർ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു. ആ മരങ്ങളൊക്കെ നമ്മുടെ ഭൗതിക സുഖസൗകര്യത്തിൻ്റെ അസംസ്കൃത പദാർത്ഥങ്ങളാണെന്ന് നാം തെറ്റിദ്ധരിച്ചു. വലിയ തറവാട്ടു വളപ്പിൽ കാവുകൾ ഉണ്ടാക്കി നമ്മുടെ പൂർവികന്മാർ. അവർ 10 സെന്റ് ഭൂമി മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു കാവുകളാക്കി, സർപ്പക്കാവുകളാക്കി മാറ്റി. പക്ഷെ മനുഷ്യർ ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ സ്വാർത്ഥമയരായി മാറിയപ്പോൾ ആ കാവുകളെ നോക്കി ആധുനിക ശാസ്ത്രം പറഞ്ഞു, അത് അന്ധവിശ്വാസത്തിന്റെ ആവാസ കേന്ദ്രങ്ങളാണെന്ന്. മരങ്ങളോടും പച്ചപ്പിനോടും മനുഷ്യന്റെ ഒടുങ്ങാതെ ദാഹം നിലനിർത്താൻ, അതുവഴി പരിസ്ഥിതി സംരക്ഷിക്കാൻ, മരങ്ങൾ സംരക്ഷിക്കാൻ സർപ്പത്തിന്റെ പേര് പറഞ്ഞ് കാവുകൾ ഉണ്ടാക്കി പൂർവികർ. ആ മരങ്ങൾ മുറിക്കരുത്, സർപ്പങ്ങൾ കോപിക്കും എന്ന വിശ്വാസം വളർത്തി. മരങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ പഴമക്കാരുണ്ടാക്കിയ ഈ സർപ്പക്കാവുകൾ നിലനിർത്താൻ ആ വിശ്വാസം തലമുറകളിലൂടെ കൈമാറി. എന്നാൽ അത് അന്ധവിശ്വാസത്തിന്റെ ആവാസ കേന്ദ്രങ്ങളാണെന്ന് നമ്മൾ വിധിയെഴുതി മരങ്ങൾ വെട്ടി വിറ്റു കാശാക്കി. ഇന്ന് ലോക ബാങ്ക് തടയണയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു. എന്താണ് തടയണ? പൂർവികർ നമ്മുടെ നാട്ടിൽ തെങ്ങുകൾക്കും തടമുണ്ടാക്കും. പെയ്തു വരുന്ന മഴവെള്ളം അതിനകത്ത് പിടിച്ച് ഭൂമി വലിച്ചെടുത്ത് മണ്ണിനകത്തെ ഈർപ്പം നിലനിർത്താനും അങ്ങനെ നീരുറവ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ പൂർവികർ കണ്ടെത്തി. ഇന്ന് ശാസ്ത്രം പറയുന്നു അത് അനിവാര്യമാണെന്ന്. അതിന് ലോക ബാങ്കുകൾ കോടികൾ ചിലവഴിക്കുന്നു. പൗരാണിക കാലം തൊട്ട് പ്രകൃതിയുമായി നമ്മളെ അഭേദ്യമായി ബന്ധിപ്പിക്കുവാനുള്ള ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ശാസ്ത്രം വന്നു. ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ മതിമറന്ന മനുഷ്യൻ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അവന്റെ ഭൗതിക സുഖ സൗകര്യത്തിനുള്ള അസംസ്കൃത പദാർത്ഥങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചു. ശാസ്ത്രത്തിന്റെ പുറകെ ഓടിയ മനുഷ്യൻ ശാസ്ത്രം കൊണ്ടെല്ലാം കീഴടക്കാമെന്ന് ചിന്തിച്ചു. പണ്ട് പ്രകൃതിയെ അമ്മയായി കണ്ട മനുഷ്യൻ സ്വന്തം അമ്മയെ പോലും അമ്മയായി കാണാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ എന്നായിരുന്നു പൗരാണിക അനുശാസനം. പക്ഷേ ഇന്ന് അമ്മ നമുക്കൊരു ഭാരമാണ്. പ്രായമായ അച്ഛൻ നമുക്കിന്നൊരു ഭാരമാണ്. നാം നമ്മിലേക്ക് ചുരുങ്ങുന്നു, തികച്ചും സ്വാർത്ഥനായി മാറുന്നു. അത് നമ്മെ എവിടെ എത്തിച്ചു? കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി, കൂട്ടുകുടുംബം തകർത്ത് ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നു. കല്യാണം കഴിഞ്ഞു, ഭാര്യയായി കുട്ടിയായി താമസം മാറ്റി, ബാക്കിയെല്ലാം വിസ്മരിച്ചു. പെറ്റുവളർത്തിയ അമ്മ, ജന്മം തന്ന അച്ഛൻ എല്ലാം നമ്മൾ ഇന്ന് വിസ്മരിച്ചു. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും എന്ന ഇടുങ്ങിയ ചിന്ത മനസ്സിനെ കൂടുതൽ സ്വാർത്ഥമതിയാക്കി മാറ്റി. ജീവിതം മുഴുവൻ തൻ്റെ മക്കൾക്ക് വേണ്ടി വിനിയോഗിച്ച് സമർപ്പിച്ച അമ്മക്കും അച്ഛനും പ്രായാധിക്യം വന്നാൽ സംരക്ഷിക്കാൻ നമുക്ക് സമയമില്ല. അത്ര തിരക്കിലാണ്. ബിസിനസ് ചെയ്യണം, ജോലിക്ക് പോകണം, പണമുണ്ടാക്കണം. ഇതിനിടയിൽ അമ്മയെ നോക്കാൻ സമയമുണ്ടോ? അച്ഛനെ നോക്കാൻ സമയമുണ്ടോ? എന്താണ് മാർഗം? അമ്മയെയും അച്ഛനെയും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി മാസാമാസം ഒരു 4 തുക അവരെ ഏൽപ്പിച്ചു. അച്ഛനോടുള്ള അമ്മയോടുള്ള കടപ്പാട് നാം അവിടെ ഒതുക്കുന്നു. നമുക്കു ജന്മം തന്ന അമ്മയെ അമ്മയായി കാണാൻ സാധിക്കാതെ സമൂഹത്തിന് പ്രകൃതിയെ അമ്മയായി കാണാൻ സാധിക്കുമോ? നമ്മൾ സ്വയം ആലോചിക്കേണ്ടിയിരിക്കുന്നു. നാം വളരെ ചുരുങ്ങിയിരിക്കുന്നു. പഴയതിൽ നിന്ന് നാം വളരെ മാറിയിരിക്കുന്നു. അത്തരമൊരു സാമൂഹ്യ പ്രക്രിയയിലേക്ക് നമ്മെ എത്തിച്ച ശാസ്ത്രം ഇന്ന് ഒരു പുനഃപരിശോധനയിലാണ്. ശാസ്ത്രം ഇന്ന് ചോദിക്കുന്നു, ഞാൻ എല്ലാം കണ്ടുപിടിച്ചു, എന്നാൽ എല്ലാമായോ? ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കി, കൃത്രിമ മാർഗത്തിലൂടെ ജീവനുണ്ടാക്കി. പക്ഷേ ഉണ്ടാക്കിയ ജീവനും ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ വളർത്തിയ സയൻസുമെല്ലാം
ഇന്ന് സ്ഥായിയല്ല എന്ന വിശ്വാസം ശാസ്ത്രത്തിന്റെ മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്നു. അതിനുമപ്പുറം എന്തോ ഉണ്ട്. കാടും മരവും മാവും പ്ലാവും ഈട്ടിയും പ്രകൃതി തന്നെയും തൻ്റെ ഭൗതിക സുഖത്തിനുള്ള അസംസ്കൃത പദാർത്ഥമാണെന്ന് വിശ്വസിച്ചിരുന്ന, ശാസ്ത്രത്തെ വിശ്വസിച്ചിരുന്ന മനുഷ്യന്റെ മുന്നിൽ ശാസ്ത്രം ഇപ്പോൾ പറയുന്നു, ഇവിടം കൊണ്ട് പൂർത്തിയായില്ല, ഇതിനുമപ്പുറത്തെന്തോ ഉണ്ട്, അത് പ്രകൃതിയാണ്. ആ പ്രകൃതിയെ വിസ്മരിച്ചും കൊണ്ട് ഒരു ശാസ്ത്രത്തിനും അസ്തിത്വമില്ല. മനുഷ്യനും ജീവനും നിലനിൽപ്പാൻ സാധിക്കില്ല എന്ന്. ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രവും സയൻസുമെല്ലാം ഇത്തരമൊരു തിരിച്ചറിവിലേക്ക് എത്തി നിൽക്കുന്നത്? ശാസ്ത്രത്തിന്റെ കുതിച്ചോട്ടത്തിൽ എല്ലാം നേടി എന്നഹങ്കരിച്ചിരുന്ന മനുഷ്യന്റെ മുന്നിൽ പ്രകൃതിയുടെ വികൃതി നടമാടി. പ്രകൃതി പത്തിവിടർത്തിയാടി. പ്രകൃതി പ്രതികാരത്തിനൊരുങ്ങി. പ്രകൃതിയിൽ ഇന്നലെ വരെ നമ്മൾ കേൾക്കാതെ കാണാതെ പലതും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഉരുൾ പൊട്ടുന്നു, മഴ കുറയുന്നു, ചൂട് കൂടുന്നു, നോക്കി നിൽക്കെ കിണറുകൾ താഴ്ന്നു പോകുന്നു. നമുക്ക് ശ്വസിക്കാൻ ശുദ്ധവായു തരുന്നത് പ്രകൃതിയല്ലേ? നമുക്ക് കുടിക്കാൻ ജലം തരുന്നത് പ്രകൃതിയല്ലേ? നമുക്ക് ഭക്ഷണം നൽകുന്നതും പ്രകൃതിയല്ലേ? ചുരുക്കത്തിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ പ്രകൃതിയെ ആശ്രയിച്ചല്ലേ? പ്രകൃതിയും ഞാനും ഒന്നാണെന്ന തിരിച്ചറിവ് അനിവാര്യമാണ്. ശാസ്ത്രം മനസ്സിലാക്കിയ സത്യം. ശാസ്ത്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ പേരിൽ മനുഷ്യൻ തച്ചുടച്ച പാരമ്പര്യ വിശ്വാസങ്ങൾ, അത് പ്രകൃതിക്കെതിരായിരുന്നു, പ്രകൃതിയെ നശിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതിയെ ഇന്ന് സംരക്ഷിച്ചേ പറ്റൂ. പരിസ്ഥിതി സംരക്ഷിക്കാൻ കഴിയണം. പരിസ്ഥിതി സംരക്ഷിക്കാൻ, സന്തുലിതാവസ്ഥ നിലനിർത്താൻ സാധിക്കണം. അതിന് പ്രകൃതിയെ സ്നേഹിക്കൂ മനുഷ്യ. മനുഷ്യന് മാത്രമേ സർവചരാചരങ്ങളെയും, പ്രകൃതിയിലെ സർവചരാചരങ്ങളെയും സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. അവനാണ് വിവേകമുള്ളത്. പ്രകൃതിയെ സ്നേഹിക്കൂ മനുഷ്യ. ഹരി ഓം നമഃ ശിവായ.